നമ്മുടെ ജനങ്ങൾ ഏതാണ്ട് വിധി എഴുതി കാണും എന്ന് ഹാഷ്മി അനുഭവ പാരമ്പര്യം വെച്ച് പറയുന്നു. അപ്പം കുറേ കാലം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുമൊക്കെ പ്രവർത്തിച്ച ഒരാളാണല്ലോ. ഗോപികൃഷ്ണൻ ഇതെങ്ങനെയാണ് കണക്കൂട്ടുന്നത്? യോജിപ്പില്ല ഹാഷ്മി പറഞ്ഞ കാര്യങ്ങളോട്. അതിന് കാരണം ഈ ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് മാധ്യമങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരാറുണ്ട്, അത് ചർച്ച ചെയ്യാറുണ്ട്. അതിന് പിന്നിൽ അജണ്ടയുണ്ടെന്ന് മാധ്യമങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരുന്നു. ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കാൻ പോകുന്നെന്ന് നമ്മൾ കരുതുന്നു. കുറെ സർവേകൾ വരുന്നു, അഭിപ്രായ സർവേകൾ വരുന്നു, അതിൽ ചിലർക്ക് മുൻതൂക്കമുണ്ടെന്ന് പ്രവചിക്കുന്നു. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് SKN എന്റെ അനുഭവ പരിചയം എന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇതിനൊക്കെ അപ്പുറത്ത് ജനങ്ങൾ അവരുടെ അവസാന നിമിഷത്തിൽ പോലും അവരുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള സംഭവങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ജനവിധി മാറി മറിഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറമേക്ക് കാണുന്ന ഈ പ്രചാരണ വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് അടിത്തട്ടിൽ ഒരു രാഷ്ട്രീയ ഒഴുക്കുണ്ടെന്നും ആ രാഷ്ട്രീയ അടിയൊഴുക്കായിരിക്കും ഇത്തവണ ജനവിധിയെ നിശ്ചയിക്കാൻ പോകുന്നത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ജനവിധി എന്നത് ഇപ്പോഴും എല്ലാ കാലത്തെയും പോലെ തന്നെ അപ്രവചനാതീതമായി നിൽക്കുന്നു. എല്ലാ സർവേകൾക്കും, എല്ലാ അഭിപ്രായ സർവേകൾക്കും, എല്ലാ നിഗമനങ്ങൾക്കും, എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങൾ കൊണ്ടാടിയ ആഘോഷിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ജനങ്ങളെ അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള വിധിയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അത് അപ്രവചനാതീതം തന്നെയായിരിക്കും. അത് മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ ആയിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്.